ഹലോ മിഗോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ് ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ റെസ്റ്റ് എടുത്തു. നമ്മൾ വീണ്ടും നടത്തം ആരംഭിക്കുകയാണ്. ഇതാ ബാഗൊക്കെ റെഡിയായി. ഓക്കെ, ഞാനും റെഡിയായി, മുപ്പൊരു റെഡിയായി. നമുക്കിനി പോകാം. ഇന്നലെ നമ്മൾ ഒരു ലോഡ്ജിൽ സ്റ്റേ എടുത്തതിന് ഗൈസ്. ഓക്കെ, യെസ്, പോവാം ഗൈസ്. ഈ ലോഡ്ജിൽ തന്നെ നമ്മൾ താമസിച്ചത്. അല്ല, നല്ല മനുഷ്യന്മാരാണ്. കാരണം നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ ഇതിൻ്റെ ഓണർ പറയേണ്ടത് നമ്മൾ ഇന്നലെ കണ്ട ചിത്കുൽ വില്ലേജിലത്തെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പോൾ മുപ്പര് വരെ സംസാരിച്ച് അങ്ങനെ നമുക്ക് ഫുഡ് നമുക്ക് കുറേയൊക്കെ ഫ്രീ ആയിരുന്നു. പൈസ കുറച്ച് കിട്ടി സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി കേസ് നമ്മൾ ഇന്നത്തെ നടത്തം ആരംഭിക്കുകയാണെന്ന്. സമയം നേരം വൈകിക്കണു. നേരത്തെ നീച്ചാറിഞ്ഞാണ്ട് ഞാൻ ഒക്കെ റെഡിയായി, മുപ്പരൊന്നും റെഡിയായില്ല. ചെറുങ്ങിക്കണം. ഇത് കണ്ടില്ല, ഈ ശരീരത്തിൽ ഇനിയൊരു തുള്ളി സ്ഥലം ബാക്കി എവിടെയൊക്കെ വേഗിട്ട് അതിന്റെ കാലിന്റെ അടിയിലൊരു നടന്നിട്ട് നടന്ന കാരണം ഒരു പൊള്ളം പൊന്തിക്കും. എനിക്കുണ്ട്. ഇപ്പോൾ അനക്കുണ്ടാ ചെറിയവരിൽ ഇങ്ങനെ തട്ടുണ്ട്, ഇങ്ങനെ ഒരു നീറൽ. ഇത് സംബന്ധിച്ച് ഫസ്റ്റ് ദിവസം നടന്ന പോലെയല്ല. ഇന്ന് കുറച്ച് പണിയുണ്ട്. കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാലിങ്ങനെ ഇറക്കത്തിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഷൂസും ഇങ്ങനെ വിരലിങ്ങനെ തട്ടിയാണ്ട് ഇപ്പോൾ നല്ല വേനുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഓള് ഇന്ന് വേനൊന്നും മാറിയിട്ടില്ല. അപ്പോൾ കിട്ടപ്പോൾ ആ വേനയുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ എനർജി ഇന്ന് ഉണ്ടാവുമെന്നും ഒന്നും അറിയില്ല. ഒക്കെ കണ്ടറിയാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് നേരം നടന്ന് എത്ര നേരം നടന്നെന്ന് അറിയില്ല. കുറച്ച് നേരം നടന്നു, 2-3 കിലോമീറ്റർ നടന്നു, കുറച്ച് റെസ്റ്റ് എടുത്തു. ഞാനിപ്പോൾ അഗെയിൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഗൈസ്, ലുക്ക് അറ്റ് ദിസ് റോഡ്. എൻ്റെ പോലെ കിട്ടില്ല റോഡ്. അവിടെയാണ് നല്ല മല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടെ നടക്കാൻ ഭയങ്കര രസമുണ്ട് ഗൈസ്. നമ്മൾ നല്ല ഒരു പ്രത്യേകതരം ചൂടും പ്രത്യേകതരം തണുപ്പും പ്രത്യേകതരം കാറ്റും ആൻഡ് കിട്ടുന്ന റോഡും മലകളും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നടക്കാനൊരു രസമുണ്ട്. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാഗ് മാത്രമാണ് പ്രശ്നം. അത് കനം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കനം നമുക്ക് ഫീൽ ചെയ്യണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ തന്നെ ഒരാൾ നിർത്തി ഒരു ടീം നിർത്തി ചോദിച്ചു എങ്ങോട്ടാണ്, എത്ര ദിവസമായി, അങ്ങനെ ചോദിച്ചു. ലൈക്ക് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ യെസ്, നമുക്ക് നടന്നുകൊണ്ട് നിൽക്കാം. ഓക്കെ ഗൈസ്, കല്ലൊക്കെ വീകണ് ഇവിടുന്ന്. വേണ്ട, ചെറുങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീകുന്നുണ്ട്. എപ്പോഴതെല്ലാം പാട് തലിക്ക് കയറിയില്ല ഗൈസ്. വേണ്ട, എല്ലാം പാടി കല്ലൊക്കെ ഇങ്ങനെ ഉരുണ്ടി വെക്കണതാ. വലിയ കല്ലൊക്കെ ഇനി വികാണ്ട് റോട്ടുമേലൊക്കെ കല്ലെടുക്കണതാ. പെട്ടെന്ന് എല്ലാം പാടി ഒടിഞ്ഞു വീണാല. എൻ്റെ ഗൈസ്, ഇതൊക്കെ നോക്കിയാണേ ഇവിടെ ഫുള്ള് ആയാണ്. അയ്യോ, ഇവിടുന്നാണ് മഴ തുടങ്ങാനിവിടെ. അതെ, നല്ല ലാൻഡ്സ്ലൈഡ് സംഭവിക്കും. ജൂലൈ കണ്ടിട്ട് മഴ സ്റ്റാർട്ട് ചെയ്യും ഗായ്സ്. അങ്ങനെ നമ്മൾ കുറേ കിലോമീറ്ററുകൾ താണ്ടി, എത്ര കിലോമീറ്റർ? അതാ സാധനങ്ങള 7 കിലോമീറ്റർ. നമ്മൾ 7 കിലോമീറ്റർ നടന്നേ. ഞാൻ നോക്കിയേ, നമ്മൾ ചിത്കുലിനാണ് വന്നത്. ചിത്കുൽ 31 കിലോമീറ്റർ. അപ്പോൾ 31 കിലോമീറ്റർ നമ്മൾ ടോട്ടലി നടന്നു. 7 കിലോമീറ്ററാണ് സാങ്കളയിൽ നിന്ന് ഇവിടെ വരെ. അപ്പോൾ 7 കിലോമീറ്റർ നടന്നു. ആൻഡ് ഇനി നമുക്ക് പോകാനുള്ളത് റെക്കോംപിയോ 31 കിലോമീറ്റർ. അത് എവിടെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി ഈ മലയ്ക്ക് കയറണം. എന്നാലാണ് റെക്കോംപിയോ എത്തുള്ളൂ. മോനെ സീന് കെട്ടില്ലെന്ന് പറഞ്ഞാൽ കെട്ടില്ല റൂട്ട്. ഞാൻ ആ പ്രശ്നം എന്ന് വെച്ചാൽ ചെറുങ്ങനെ ഒരു വെയിലടിക്കണ്ടേ, അതൊക്കെ തന്നെ പ്രശ്നമുള്ളൂ. പാട്ടൊക്കെ കേട്ടെ വൈബായിട്ട് പോകണ്ടേ. ശരിക്കും പറയടാ, നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പുറമേനൊന്നും ഓർക്കണമെന്നില്ല. കാരണം പാട്ടൊക്കെ കേട്ടിങ്ങനെ ഞാൻ ഇതിപ്പോൾ ഓഫാക്കി ഇട്ടതാണ്. കാരണം യൂട്യൂബിൽ ഭണ്ഡാരം കോപ്പിറൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന അതേ സാധനം നമുക്ക് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേറെ തന്നെ വീഡിയോ ഇടലാണ്, യൂട്യൂബിൽ വേറെ വീഡിയോ ഇടലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ വേറെ നല്ല കിട്ടില്ല കണ്ടൻസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരിക. കാരണം എന്താ വെച്ചാൽ അതിൽ മ്യൂസിക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിലൊരു തേങ്ങയും പറ്റില്ല, കോപ്പറേറ്റ് കിട്ടും. അപ്പോൾ ഗൈസ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇനി ആ മലയിലോട്ട് ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുകയാണ്. യെസ്, നടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. കുറച്ച് നമ്മൾ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പായുണ്ട്, നമ്മൾ ഇന്നലെ മേടിച്ചു പായേനെ. പായൊക്കെ വാടി നമ്മൾ റൂമിൽ നിർത്തപ്പോൾ നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു.
ഇപ്പം എന്താ വെച്ചാൽ വെയിലുകൊണ്ടിട്ട് അങ്ങനെ വാടിയതാ. എന്നാൽ അത്യാവശ്യം വെയിലുണ്ട്, ബട്ട് കാറ്റുമുണ്ട്. ഒരു സുഖമുള്ള ഒരു വെയിലാണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ, തിന്നട്ടെ ഗൈസ്. ഈ ഒരു വജ്ജ് നോക്കുകയാണെങ്കിൽ മക്കളെ, എജാതി വജ്ജ് അതെന്താ അത്ര വലിയ മല. വഴി അങ്ങനെ വഴി 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 അതെ അത്രേ ഉള്ളൂ. നമ്മളെ സംസാരിക്കാം, ഇഷ്ടപ്പെടുന്നവർ കാണാം, അതൊരു കാണുന്നില്ല, നിർബന്ധിപ്പിക്കാനല്ലോ. വജ്ജ് പറഞ്ഞാൽ വയ്യേ വഴി വഴി. ഓ ഗൈസ് നോക്കൂ, വജ്ജ് അച്ഛേ ബൈ. ഓ ഏതാ മോനെ ഫ്രെയിമേ. ഓ മേൻ ഗൈസ്, നടക്കണ വഴിക്ക് റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു അമ്പലം എന്താ, ചെറിയൊരു അമ്പലം. അയ്യവ സീനട്ടാ. എന്താ താങ്ക് യു. അതല്ല ഈ കണ്ടിപരിപ്പെട്ടി ചോദിച്ചു മേടിച്ചാണ്ടാ അണ്ടിപ്പരിപ്പ്. केरला से पैदल ही आए थे? हाँ? यहाँ कहाँ घूमे? ഇത് വൈബായിട്ട് അണ്ടിപ്പരിപ്പ് കിട്ടിക്കണു. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വരുന്നതാ അവിടെ. അതിനുള്ളെന്താ പാറന്റെ അടിയിൽ വീടുണ്ടാക്കിക്കണേ, ഒരു കിച്ചണൊക്കെ നോക്കാം, കിടക്കാനുള്ള ബെഡൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെ പാട്ട് അല്ല പാട്ടിട്ടുള്ളേ. ഏതാ മോനെ പാറിന്റെ ഉള്ളില് വരാ നോക്കി എന്റെ മോനെ വിഷയം. ഇവിടെ അങ്ങനത്തെ അടുപ്പൊക്കെ ഒരു വിഷയം ആള് തന്നെ അല്ലേ. അതാണ് മുമ്പില്, അതാണ് ആള് വിഷയം. ഇതാണ് ഇവിടുത്തെ अखंड ज्योत जलती है 24 घंटे. 24 घंटे अखंड ज्योत जलती है. എനിക്ക് ഒന്നും ഇതിനെ പറ്റി പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, അത് പ്രശ്നമാവും. ഇതാണ് ഗൈസ് ഞങ്ങൾക്ക് തന്നത് അണ്ടിപ്പരിപ്പ്, പിന്നെ തേങ്ങാപ്പൂളൊക്കെ ഉണ്ട്. സെറ്റാണ് അടിപൊളി മോനെ വിഷയം. അതിൻ്റെ ഇത് ഈ സ്ഥലം നോക്കിയാണ് എവിടെയാണ് ഇത് കിടക്കണത്. ഈ ഒരു മലൻ്റെ അടിയിൽ ഇങ്ങനെയാണ് കിടക്കണത്. മൂപ്പര് പടിയും ഇത് ഇങ്ങനെ ഒരു അമ്പലം പോലത്തെ ഒരു സംഭവം പടിയും. എനിക്ക് ഇവരെ കൂടുതൽ എനിക്ക് ഇതിനെ പറ്റി പറയാൻ അറിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഓക്കെ നോക്കിയാണ് വ്യൂ നോക്കിയാണ്. ആ ഇതാണ് മൂപ്പര് ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഇത് പറഞ്ഞല്ല. ശ്രീ പഞ്ചായത്ത് ഇത് എനിക്കറിയില്ല, വേണ്ട വായിക്കാണ്ട് ചിലപ്പോൾ തെറ്റി വായിച്ചാണ്ട് ചിലപ്പോൾ ഇതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ കുറേ വായിച്ചിട്ട് കൊളാക്കിയാണ്ട് വേറെ എന്തേലും സംഭവം ആവും, അതുകൊണ്ട് നമ്മൾ കൂടുതൽ വായിക്കില്ല. ഗൈസ് ആർമിൻ്റെ വണ്ടി വരുന്നു, ഇവിടെ ഇരുന്ന് കാണാം കേട്ടാ. കയ്യാട്ടി ഹലോ ഇത് എല്ലാവരും കയ്യാട്ടു. നമ്മൾ ക്യാമറ ഓണാക്കിയാൽ മതി, എല്ലാവരും ഇങ്ങനെ കയ്യാട്ടി അവിടെ നോക്കൂ. അയ്യോ ബസ്സിലാ. ഹായ് ഹലോ. അയ്യോ റൂട്ട് നോക്കിയ മക്കളെ എന്തോ ഒരു വലിപ്പോരോ. അതൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഫുൾ താഴ്ച. അവിടെയാണ് ഞാനിങ്ങനെ ഇരിക്കണത്. എൻ്റെ മോനെ ഇതെന്ത് വലിപ്പമാണ് ഈ മല കാണാൻ. ഇതെങ്ങനെ ഇത് കാണുമ്പോൾ എങ്ങനെ നിൽക്കാറില്ല നിൽക്കണി. ആ ഇങ്ങനെ നിൽക്കാറില്ല നിങ്ങൾ കാണുമ്പോൾ, പക്ഷേ ഇവിടുത്തെ ഡേഞ്ചറാണ്, അത്ര ഡേഞ്ചർ. ഇതൊക്കെ ഓ മേ. അതിന് ഗൈസ് വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, കാരണം കല്ലുകളൊക്കെ ഇങ്ങനെ അടിയിലേക്ക് വീഴുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ കല്ലുകളെ വീണത്, വലിയ കല്ലാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ റോട്ടുമല വരട്ടം ഒരു വലിയ കല്ല് വീണുണ്ട്, നല്ല വലുപ്പമുള്ള കല്ല്, പൊന്തിക്കാനൊക്കെ പാടായിട്ടുള്ളൊരു കല്ല്. അപ്പോൾ അങ്ങനെ മേതൊക്കെ കല്ല് വീകും, അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് ഇവിടെ. എന്താ ഷൂ മേ വീണ് കഴിഞ്ഞാൽ ചത്തു വീണതിനല്ലേ. എടാ ഈ പാറൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ട മക്കളെ. എടാ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ കാണുമെന്ന് നിൽക്കാമല്ലോ, പക്ഷേ എന്തായിട്ടില്ല ഈ പാറ ഉള്ളത്. ഇത്
നോക്കിയിട്ട് മോനെ ഇത് അപ്പം ഇവിടുത്തെ അങ്ങോട്ട് വീണ് കയനാ തീർന്ന് ഒരു പൊടി പോലും കിട്ടൂല. വേണ്ട ആയം കണ്ട ഇവിടുത്തെ പാറ കണ്ടിട്ടാണ് പേടിയാൻ വേണ്ടത്. ഈ മേലത്തെ പാറ എന്തോ ഐറ്റത്. അതിൻ്റെ റോഡ് നോക്കൂ ഇറ്റ പോലെ എന്ത് കിട്ടില്ല സ്ഥലമാണത്. ഏടാ ഗായ്സ് ഞാൻ അങ്ങനെ നടക്കണടുക്കെ നല്ല കിട്ടില്ല സ്ഥലം, കെടുക്കാൻ പറ്റിയ കിട്ടില്ല സ്ഥലം. കറക്റ്റ് കല്ല് ഇങ്ങനെ കെടുക്കാൻ വേണ്ട ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? നല്ല സ്ഥലം കിട്ടി. ബാഗ് കൂരി വെച്ചു കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാണ് ഞാൻ. ഗൈസ് മല നോക്കൂ, ചുറ്റും മല. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സൂര്യൻ കണ്ണു കുത്തുന്നുണ്ട്, അതിൻ്റെ ഒരു വിഷയമുണ്ട്. വേറെ കുഴപ്പമൊന്നും ചെയ്യാ. അയ്യോ മോനെ കിട്ടില്ല കേട്ടോ ഇവിടെ കിട്ടില്ല. പോത്ത അവിടെ വിശ്രമിക്കുന്നുണ്ട്. വേറെ ചങ്ങ ഇവിടെ നടന്നു വരുന്നുണ്ട്. അയ്യോ അങ്ങനെ ഗൈസ് കുറച്ച് നേരം ഇവിടെ കിടന്നതിന് ശേഷം നമ്മൾ പോവുകയാണ്. പുറത്ത് നല്ലോണം വേനമുണ്ട്. അയ്യോ ചത്തു. ഇനി ഈ ബാഗ് ഊരി വെച്ചാൽ പിന്നെ ഇടാനാണ് ഇടങ്ങാറ്. പിന്നെ ഇടാൻ ഭയങ്കര മടിയാവും. കാലാണെങ്കിൽ ഇങ്ങനെ വിരലിങ്ങനെ കൂട്ടി ഇടിച്ചിട്ട് കാലൊക്കെ നല്ല വേനമുണ്ട്. അതാണ് വിഷയം. കാലിൻ്റെ കേസിലത്താണ്. തോളിൻ്റെ കേസ് പിന്നെ ബാഗ് ഇട്ടുകൊണ്ട് ഓക്കെ. മൂപ്പര നടന്നങ്ങനെ പോകണു. അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടായിക്കണു. എന്താ സംഭവം എന്നറിയില്ല, പോയേക്കണം. എന്താ സംഭവം എന്ന് വെച്ചാൽ ബ്ലോക്കൊന്നും ഇല്ല. അവിടെ പണിയെടുക്കാണ്. ഞാൻ വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരും കാണണം. ആൾക്കാർ ഞാൻ നിൽക്കുന്നുണ്ട്. റോഡ് കൊയിലെടുക്കുവാണ്. സംഭവം എന്ന് വെച്ചാൽ അവിടെ ടാറിങ് അങ്ങനത്തെ ചെയ്യാൻ തോന്നുന്നു. എന്താ പണിയെടുക്കാണ് റോഡ്. അയ്യോ ഇവിടെയൊക്കെ താറിപ്പെട്ടിട്ടുള്ളൂ സംഭവം. ഞാൻ ഈ സാധനം എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നതാണ്. തൊപ്പി മാറിപ്പോയി വണ്ടാരം. തൊപ്പി അതാ അവിടെ മാറിപ്പോയി. ബൈ. ആൾക്കാരൊക്കെ ചോദിക്കാനല്ലോ കൊടുത്തു. നേരത്തെ ഒരു ആർമി ഓഫീസർ ചോദിച്ചു. പിന്നെ ആർമിയൊക്കെ ആയതുകൊണ്ട് എന്നെ വീഡിയോ ഓണാക്കിയില്ല. പിന്നെ ഫുള്ള് അവിടെ എന്താ പറയുക വർക്ക് നടക്കുകയാണ്. ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ബ്ലോക്കാണ്. ഇവർക്ക് എപ്പോഴാണ് പോലെന്നാവോ. നമ്മൾ നടക്കണോണ്ട് നമുക്ക് സ്വന്തമായിട്ട് നടന്ന് ഇങ്ങനെ പോവാം. അതിൻ്റെ അടിപൊളി തൊപ്പി മാറിപ്പോയി. പറഞ്ഞല്ലോ തൊപ്പി മാറിപ്പോയി. അത് ചടപ്പായി ഗൈസ്. ഇനി മുടിമൊക്കെ നല്ലോണം പൊടി അടിച്ചു. മുടി കേടരുത് വിഷയം. ഗൈസ് ഒരു വലിയ അഡ്വഞ്ചർ എടുക്കാൻ പോവുകയാണ്. അയ്യോ നടന്ന് കുഴങ്ങി. അപ്പോൾ ഇത് പറയേണ്ടത് ഇങ്ങനെ ചുറ്റി അങ്ങനെ അടിക്കെത്തും. ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പെട്ടെന്ന് അടിക്കെത്തും. ഇനി ഇറങ്ങി അതിലാണ്ട് അങ്ങനെ പോയാൽ പെട്ടെന്ന് മേൽക്കെത്തും. അങ്ങനെ ഒരു അവസ്ഥ. എന്തായാലും നോക്കി വെക്കാം ഗൈസ്, കാണിച്ചു തരാം. അതിൽ കൂടെ കുറേ നടക്കാണ്ട് നമുക്ക് ഇതിൽ കൂടെ ജസ്റ്റ് നടന്നു നോക്കാം. എങ്ങനെയൊന്നും അറിയില്ല ഗൈസ്. മുമ്പേ കൂടെ വരാമായിരുന്നു. ഞാൻ അതിൽ കൂടെ നടന്നു നോക്കാണ് ഗൈസ്. പോയി വെക്കാം. ഞാൻ വൈഡിലിട്ടിട്ടുണ്ടത്. അയ്യോ തേക്കുന്നുണ്ട്. അതോ ഇത് മുള്ളാണല്ലേ റബ്ബേ. തേക്കും അതാണ് വലിയ വിഷയം. ഇതൊക്കെ ഇറങ്ങാ റബ്ബേ. ഇത് കുഴപ്പമില്ല. നീ മുടിച്ചിട്ട് ചാടുന്നു. യെസ് സേഫ് സോൺ, സേഫ് ലാൻഡ്. അയ്യോ ഇവിടെ കിടത്തേക്കുന്നുണ്ട്. അയ്യോ യെസ് ഗൈസ് അങ്ങോട്ട് എത്തണം. ആ റോഡ് നമുക്ക് എത്തണം. അവിടെ പണിയെടുക്കണം. ആ റോഡ് മേലെ. ഓക്കെ ഇവിടെ എത്തി. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടാന്നു. ഇതൊക്കെ കൈക്ക് പോരണത് പൊടിച്ചണൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ പൊടിച്ചണത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണം. ഇതിൽ കൂടെ പോയേക്കാം. ഇവിടെ നിൽക്കണമൊക്കെ. അയ്യോ ടാസ്ക്കാണ് മക്കളെ, ടാസ്ക്കാണ്. ആണ്ട് പോയേക്കാം. അത് കുറച്ചുകൂടി സുഖം. പോണത് റബ്ബേ കണ്ട വീടിൻ്റെ അവിടെ എത്തിക്കണം ഏകദേശം. കുറച്ചുകൂടി ലുക്ക് ആയിക്കോട്ടെ ഇറങ്ങുമ്പോൾ. ഓക്കെ. അയ്യോ കണ്ണടച്ചിട്ട് കണ്ണും കാണില്ല പണ്ടാരും. അയ്യോ അവിടുന്ന് ആ കാട് അവിടുന്ന് നമ്മള് ഇവിടെ വരെ എത്തി. അയ്യോ നടക്കാനായിട്ട് നല്ല ഇങ്ങനെ കൊണ്ടാണ് നടന്ന് ഭംഗി. ഇതായിട്ട് സുഖം തന്നെയാണ്.
നടക്കണ്ടല്ലോ നാട്. ഇത് ഇങ്ങനെ പോകുമ്പോൾ അല്ല സുഖമുണ്ട്. എപ്പോഴും നടക്കാണ്ടല്ലേ ഇങ്ങനെ അഡ്വഞ്ചർ എടുക്കണം. പോയിട്ടില്ല, ഇതിപ്പോൾ അങ്ങനെയാണ് ഇറങ്ങാൻ പറ്റില്ലല്ലോ, വണ്ടിയൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ആ കാണാം അവിടെ നമ്മുടെ നാടത്ത് ഇങ്ങനെ വന്നാ സംഭവം. അങ്ങനെ എപ്പോഴും നടക്കാണ്ടല്ലോ, ഇങ്ങനെ അഡ്വഞ്ചർ ചെയ്യുമ്പോഴാണ് അതിന് രസമുള്ളൂ. അപ്പം ഇങ്ങനെ നടന്നു വരാണെങ്കിൽ ബോറടിച്ച് നടക്കേണ്ടി വരും. ഇതുണ്ട് കുറച്ചുകൂടി അഡ്വഞ്ചർ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വരും. ഓ ഇതിന് അടിക്കെത്തോ, ഇനി ഒന്നായിട്ട് വീണാണ്ട് നേരെ അതിലുണ്ട് അങ്ങനെ പോവോ, അങ്ങനൊക്കെ ഒരു വിചാരം തോട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു ത്രില്ലാവും. ഭാഗ്യത്തിന് വേറൊന്നും ആവാനത്. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നടന്ന് അവസാനം ഇവിടെ ഒരു ഇങ്ങനെ ഷെഡ് കണ്ടു. അപ്പോൾ നല്ല ചൂടാണ് ഇവിടെ, തണുപ്പൊക്കെ പോയി ഇപ്പോൾ ചൂടായി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താ പേരും വെയിലാണ്, സമയം പറഞ്ഞിട്ട് കാര്യം 1:15 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചൂടുണ്ട്. ഗൈസ് സമയം 2:15. അതാ നീച്ചാൻ തോന്നുന്നില്ല. പറ്റും എൻ്റെ ക്യാമറ ഒന്ന് തുറക്കട്ടെ. ഇനി ഇവിടെ നിന്ന് ഫുഡ് കിട്ടണമെങ്കിൽ എത്ര കിലോമീറ്റർ വേണം? 24 കിലോമീറ്റർ റെക്കോംബിയോയിലെത്തിയാലേ ഇനി ഫുഡുള്ളൂ. കയ്യിലുള്ള വെള്ളം കഴിഞ്ഞ് വേവിക്കാനും പറ്റണില്ല, റിവർക്ക് ഇറങ്ങാനും പറ്റണില്ല. റിവർ നല്ല താഴ്ചയിലാണ് എടുക്കണേ, കുടിവെള്ളം എടുക്കാനേ ഒന്നും പറ്റൂല. എനർജി ബാർ ഉണ്ട് കയ്യിൽ, പക്ഷെ കഴിച്ചാൽ വെള്ളത്തിന് തായ്ക്കുച്ചിട്ട് അത് കഴിക്കാനും തോന്നണില്ല. ചൂട് ഒരുമാതിരി പൊടി കൂടായിട്ട് ആകെ കുടുങ്ങിയെടുക്കാണ് ഗൈസ്. ഇവിടുന്ന് ഇനി റെക്കോംബിയോ എത്താതെ വെള്ളമില്ല, ഭക്ഷണമില്ല. രാവിലെ ആണെങ്കിൽ ഒന്ന് തിന്നിട്ട് പോയാ. രാവിലെ 2 പായമ്മ ഇറങ്ങിയതാണ്, പായം തിന്നിട്ട് 2 ബിസ്ക്കറ്റ് 2 പായം തിന്നാടി ഇറങ്ങിയതാണ്. ഗൈസ് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ നടക്കാണ്. നടത്തത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു, ആൻഡ് തിന്നാനൊന്നുമില്ല. അതൊക്കെ വിഷയം. മുടിയാണ് പറഞ്ഞിട്ട് വെച്ചോ ഗൈസ്. കണ്ട സാങ്കള 16 കിലോമീറ്ററാണ് നമ്മൾ നടന്നത്. 2 മണിയായി. 16 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. അങ്ങനെ ഗൈസ് ആ ടോപ്പിൽ കണ്ട ബ്രിഡ്ജ് നമ്മുടെ തൊട്ടടുത്തായി. ഓ മൈ ഗോഡ്, എത്രയും നടന്നു. ഒരു മല നമ്മൾ ഇറങ്ങി, ഒരു മല നമ്മൾ ഇറങ്ങി വന്നു. അയ്യോ ചില്ലറ കാര്യമില്ല. ഞാൻ തന്നെ പറയും, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഈ വലിയൊരു മലയാണ് നമ്മൾ ഇറങ്ങിയത്. ഇതല്ല ഗായ്സ്, താപ ഇറ്റവേ മരുഭൂമിയിൽ വെള്ളം കണ്ട പോലെ സന്തോഷം ഉണ്ടാവും. ഇവിടെ താപാന്ന് എഴുതിക്കതാ, ആൾക്കാരെ ഇരിക്കണ്ട്. അതിൻ്റെ റബ്ബേ നന്നായി, അത് അല്ലെങ്കിൽ അത് പെട്ടുപോയിന്. അത് ശരിയാ, പ്രതീക്ഷിക്കാനായിട്ടില്ല. അല്ല ചായെങ്കിലും കിട്ടില്ല, എന്തെങ്കിലും മതി. നോക്കാം. ഉണ്ട് ലേസെങ്കിലും ഉണ്ട്, അതെങ്കിലും മതി. ലേസും വെള്ളം മാത്രമേ ഉള്ളൂ. മാഗി ഒക്കെ ഉണ്ട്. मैगी इंड ब्रेड ऑमलेट, मैगी है दी मेरे को ब्रेड ऑमलेट छुट्टी मिल गया तो ले लिया। मैगी कितनी? तो मैगी दे दो, एक ब्रेड ऑमलेट दे दो. कोई मेरे को जैसे सब ट्रिप का तो छुट्टी देगा नहीं, 20-22 दिन वाला ഏതെങ്കിലൊക്കെ മതി. അടിച്ചോനെ പൈച്ചിട്ട് വെച്ചാ അവിടെ ചോറൊക്കെ ഉണ്ടായില്ല, കഴിഞ്ഞു. അയ്യോ മോന്തൊക്കെ കണ്ട പൊടി പിടിച്ച് പിടിച്ചാ പോയി. ഭാഗ്യത്തിനാണ് മരുഭൂമിയിൽ വെള്ളം കണ്ടത് പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പൊ പോലത്തെ. തിന്നാനൊന്നുമില്ലേ. അയ്യോ ഇവിടെ വേസ്റ്റിന് കൊടല് കത്തി നിൽക്കുക. അപ്പൊ മറ്റുള്ളവർ പൈസ കണക്കൂടെ കൂടി ചവിട്ടി മറിച്ചിട്ടാണ് സംസാരിച്ച് ഇങ്ങനെ പോകണു. അതിന്റെ അടി കൂടെ ചങ്ങായാണെങ്കിൽ ചോറൊക്കെ കൊതി ഉണ്ടാവും. അവിടെ പൈച്ചിട്ട് ഒരു സാധനം അങ്ങനെ കുഴച്ചിങ്ങനെ തിന്നെടുക്കുക കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് ചോറും കുറച്ച് കറിയും അച്ചാറും ഇങ്ങോട്ട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ
ഇങ്ങനെ തിന്നു കാണുമ്പോൾ നമുക്കൊരു പൂതിയാവണു. ഇവിടെ അതിന് ചോറില്ലല്ലോ. ഇവിടെ ഇനിയിപ്പോൾ ഉള്ളത് മാഗിയും ബ്രെഡ് ഓംലെറ്റ് ആണ്. പോവണമില്ല പണ്ടാരത്. ഇത് പോയാലല്ലേ ആ താത്താക്ക് ചോറ് മാഗി പറഞ്ഞിട്ട് നമ്മളെ അവസ്ഥ അതാണ്. അത്രയും ഗതിയായിട്ട് രാവിലെ ഇവന്റെ വാക്കും കേട്ട് ചായ അടിച്ചാ പോകുന്നത്. ഇപ്പം ബിസ്ക്കറ്റ് തിന്നു ഞാനത് തിന്നവില്ല. മറ്റേ റോസ്റ്റ് മാറി അത് അരിഞ്ഞു പോയി. ഒരു ക്യാരറ്റ് അയിമ നിക്കാണ് ഇപ്പൊ. ഒരു ലൈസ് തപ്പങ്ങനെ തിന്നാ ചങ്ങായി തിന്നണ്ട. ചങ്ങായി കൊയ്ക്കലുണ്ടാ. നല്ല ചോറും നല്ല പയറ് കറിയും നല്ല അച്ചാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഞാൻ ഇങ്ങനെ തിന്നാ. ഇതൊന്നിട്ടൊന്നും ഒന്നാവണില്ല. അതിന് മറ്റാള് ആ താത്ത ഉള്ളിൽ ഇങ്ങനെ മാഗിയൊക്കെ ഇങ്ങനെ ഇളക്കുക വരും. അപ്പൊ തന്നെ ഇത് വന്നിട്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പറ്റില്ലേ. ഇങ്ങോട്ട് ഇങ്ങനെ കുറെ കുറെ വർത്താനം പറഞ്ഞിരിക്കും. ബാഗ് നമ്മള് ഫസ്റ്റ് ദിവസം ബാഗ് തോടുമ്പോ ഊരിയിട്ട് ഞാൻ ശ്രദ്ധിച്ചത് കാലിന്റെ അടിയാണ്. അടി ഇങ്ങോട്ട് ഇറക്കത്തേക്ക് ചവിട്ടിയിട്ട് കാലിന്റെ ഈ ഭാഗം കണ്ടല്ലോ ഇവിടെ പൊള്ളം പൊന്തുണ്ട്. പൊന്നാരമ്മച്ചിയാണ് വേഗം കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഫൈനലി മാഗി വന്നു. എൻ്റെ പച്ചിട്ട തിന്നട്ടെ. അങ്ങനെ ഗൈസ് ഒരു 2 മാഗി, ഒരു ബ്രെഡ് ഓംലെറ്റ് തിന്നു. അങ്ങോട്ട് പിന്നെ ഒരു മാഗി കൂടിയും പറഞ്ഞു. അതിങ്ങനെ ഹാഫാക്കി. മാഗിക്ക് 60 റുപ്യാണ്. 60 റുപ്യ ഒന്നും കുഴപ്പമില്ല. ചിലവിടത്ത് 70 മേടിച്ചിട്ടുണ്ട്. 60 റുപ്യ മാത്രമല്ല മാഗിക്കൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ട് എന്നാണ് അത്രയും പൈച്ച് ചെയ്തിട്ടിക്കണേ. പിന്നെ ഇതിൽ കുറേ അതൊക്കെ ഇട്ടിക്കണം. എന്താ പറയുക, വെജിറ്റബിൾസ് ഇട്ടുക്കണം. നമുക്ക് കുഴപ്പമില്ല. യെസ് തിന്നട്ടെ. ഗായ്സ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് റെസ്റ്റ് എടുത്ത് പഠിച്ചവനെ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. ഇരുന്ന് ഇങ്ങനെ കുഴങ്ങി. ഇപ്പം നടക്കാൻ വെച്ച ഫുഡൊക്കെ കഴിച്ചിട്ട്. പക്ഷെ നടക്കണം. ഇനി കുറേ ദൂരം ഉണ്ട്. പക്ഷേ ഇത് പെടാൻ ചാൻസ് ഉണ്ട് നല്ലോണം. കാരണം ഇപ്പം തന്നെ സമയം 4 മണി കഴിഞ്ഞു. ആൻഡ് ആക്ച്വലി ഇനി ഇങ്ങോട്ട് ഫുള്ള് മലയാണ്. ഇനി ഇങ്ങോട്ട് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ടെൻ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് റെക്കോംബോ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ടൈമിൽ ആലോചിച്ച് നോക്കുമ്പോൾ മണ്ടത്തരം കാട്ടാതെ ഏതെങ്കിലും വണ്ടി വിളിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ കാഴ്ചകളൊന്നും കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. കാണുന്ന തന്നെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ നമുക്ക് ടെൻ്റ് ഇട്ട ഒരു സ്ഥലം കണ്ടില്ലെങ്കിൽ നമ്മൾ വണ്ടി വിളിച്ച് നേരെ റെക്കോംബോയ്ക്ക് പോകേണ്ടി വരും. യെസ് അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തത് നമ്മൾ 19-20 കിലോമീറ്റർ നടന്നു സാങ്കള. ഇനി ഇവിടെ നിന്ന് റെക്കോംബോയ്ക്ക് ഏകദേശം 24 കിലോമീറ്ററാണുള്ളത്. യെസ് ഗൈസ് ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ടൊക്കെ നോക്കി എൻ്റെ മനെ കിട്ടില്ല റൂട്ട്. പക്ഷേ ഭയങ്കര വെയിൽ കാരണം അമ്മാതിരി വെയിൽ ബാക്കിൽ നിന്ന് അടിച്ചത്. എന്നെ കാണിയല്ലോ ബാക്കിൽ നിന്ന് അമ്മാതിരി വെയിലടിക്കണ്ടേ. അയ്യോ വേണ്ട. ഏതാ റൂട്ട്. ഇതിന് മേലൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തലേക്ക് പൊളിഞ്ഞാടോ കല്ലൊക്കെ. ഗായ്സ് എൻ്റെ മോനെ ഇതൊക്കെ എന്ത് ഹൈറ്റാടാ. ഇതൊക്കെ എങ്ങനെയാ വീഡിയോയിൽ കാണിച്ച് മനസ്സിലാവാൻ എനിക്കറിയില്ല. പക്ഷേ എന്തൊരു ഹൈറ്റ് അറിയോ. ഷോ മോനെ. ഗായ്സ് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വിളിക്കാൻ തീരുമാനിച്ചു. ബിക്കോസ് ഇതിനെ നേരത്തെ പറഞ്ഞു തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ സമയം 5:30 കഴിഞ്ഞ് 6 മണിയാവാനായി. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് 18 കിലോമീറ്ററോളം നടക്കാണ്ട്. അപ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും 18 കിലോമീറ്റർ കവർ ചെയ്യാൻ കഴിയൂല നമുക്ക്. കാരണം കഴിയുമ്പോഴത്തേന് ഏകദേശം 10 മണിയാവും. 10 മണിക്ക് അതിൻ്റെ ശേഷം പിന്നെ റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ നീച്ച് വേണ്ടി വരും. അപ്പോൾ അത് രണ്ടത് ഉഷാറാവില്ല. കാരണം എഡിറ്റ് ചെയ്യാനുണ്ട്. കാലൊക്കെ വൻ സീനായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലിഫ്റ്റ് വിളിച്ച് നേരത്തെ റൂമിലെത്തിയാൽ കുറേയൊക്കെ എഡിറ്റ് ചെയ്യാൻ, കുറേ റെസ്റ്റ് എടുക്കാം. അങ്ങോട്ട് നാളെ സുഖമായിട്ട് നടക്കാം. നമുക്കിതിനേക്കാളും വലിയ ഹൈറ്റ് നടക്കാനുണ്ട്. ഹൈപ്പാസ് കയറാനുണ്ട്. 4 ദിവസം വരെ ആളും മനുഷ്യരില്ലാത്ത സ്ഥലത്ത് കൂടെ വരെ നടക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലിഫ്റ്റ് വിളിച്ചതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം എന്ന് തോന്നി. അതുകൊണ്ട് ലിഫ്റ്റ് വിളിക്കണം ഗൈസ്. ഓക്കെ അങ്ങനെ ഗൈസ് റെക്കോംബോയ്ക്ക് ബസ് കിട്ടി. ബസ്സിൽ കയറി 10 കിലോമീറ്റർ. എന്താ പറഞ്ഞാൽ 2 ആളെ കാലിനടിയിലും പൊള്ളാനായിക്കണ്ടിന്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് നടന്നാൽ നാളെ ലീവാക്കേണ്ടി വരും. പിന്നെ ആ 10 കിലോമീറ്ററിന് ഏകദേശം 9 മണിയാവും രാത്രി റൂമിലെത്താനേ. പിന്നെ രാവിലെ എണീറ്റ് നടക്കലും പറ്റില്ല. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പെട്ടെന്ന് വണ്ടി ചെന്ന് കിടന്നുറങ്ങാനും പറ്റില്ല. എഡിറ്റ് ചെയ്യണം. ഇഷ്ടം പോലെ എഡിറ്റ് ചെയ്യാനുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമ്, പിന്നെ യൂട്യൂബിലുള്ള ഷോർട്ട് ഫോം കണ്ടൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ തട്ടണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റ ആൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ റൂമിലെത്തിയാൽ നടക്കുള്ളൂ ഇതൊക്കെ. അതുകൊണ്ട് ഗൈസ് ഇന്ന് ബസ് കയറിയത്. പിന്നെ നമുക്ക് ടെൻ്റ് എടുക്കാനൊന്നും സ്ഥലമില്ല. ടെൻ്റ് എടുക്കാനുണ്ട അങ്ങനെ സ്ഥലങ്ങളുള്ളത് ഫുള്ള് മതി. അതിന് മേലെ മല.
ഇവിടെ റോഡ്, അപ്പുറത്തും ഇതേപോലെ തന്നെ മല. ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് കിട്ടിയാണെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ. അതിന് പറ്റിയ സ്ഥലം അത് ഭയങ്കര താഴ്ചയിലാണ്, അരുവി ഒന്നുമില്ല, വെള്ള സൗകര്യം നിർബന്ധം നമുക്ക് ടെൻ്റ് അടിക്കാൻ. അത് പറഞ്ഞു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബസ് കയറി, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതായിരിക്കും നല്ല തീരുമാനം തോന്നി. മറ്റേത് വെറുതെ വാശിക്ക് വെറുതെ മണ്ടൻ തീരുമാനം എടുത്താൽ കാര്യമല്ലോ. അതാണ് കേസ്. പിന്നെ റെക്കോംബി എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റെക്കോംബി എത്തി. നമ്മൾ ടോട്ടൽ ഇന്ന് 41 കിലോമീറ്റർ കവർ ചെയ്ത്, അതിൽ 27 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടും ബാക്കി 14 കിലോമീറ്റർ ബസ്സിലായിട്ടാണ് യാത്ര ചെയ്തത്. യെസ് ഗൈസ്, നമ്മൾ മുമ്പ് നിന്ന റൂമിൽ തന്നെയാണ് ഇന്ന് നിൽക്കാൻ പോണത്. കാരണം ഒന്നാമതെന്ന് വെച്ചാൽ റെക്കോംബി നമ്മൾ കണ്ട സ്ഥലമാണ്. നമ്മൾ നടന്ന റൂട്ടൊക്കെ നമ്മൾ ബസ് പോയി കണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, നടക്കാനും ചെറിയ സീനാണ്. ഇനി അങ്ങോട്ട് കുറേ നടക്കാനുള്ളതാണ്. പിന്നെ വേറെ ചെയ്യാന്ന് വെച്ചാൽ ടെൻ്റ് അടിക്കാനും സ്ഥലം, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ